ദേവരാഗം രചനാ സംഭാഷണം മൈഥിലി മിത്ര ഭാഗം 31. അത് പറയേണ്ടത് ഞാനല്ലല്ലോ അളിയ, ദേവനല്ലേ. അവന് താല്പര്യമുണ്ടെങ്കിൽ നമുക്കിത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാം. ബാലു പറഞ്ഞ ഉത്തരം കേട്ടുകൊണ്ട് തന്നെയാണ് വൈശാഖി വാഷ്റൂമിനുള്ളിലേക്ക് കയറിയത്. അപ്പോൾ ബാലുവിന് സമ്മതമാണ് ഗൗരിയെ മരുമകളായി കാണാൻ. അവൾക്ക് നോവുന്നുണ്ടായിരുന്നു, വല്ലാത്തൊരു നോവ്. കുറച്ചു നേരം ചുവരിലെ കണ്ണാടിയുടെ മുൻപിൽ പോയി അവൾ നിന്നു, വെറുതെ അവളുടെ പ്രതിബിംബത്തിലേക്ക് നോക്കിക്കൊണ്ട്. സാറ് തനിക്കുള്ളതല്ല, സാറിനൊരു അവകാശമുണ്ടെന്ന് ആരോ മനസ്സിലിരുന്ന് പറയുന്നത് പോലെ അവൾക്ക് തോന്നി. ആ ഒരുവനെ മറക്കാൻ പറ്റുന്നില്ല. ആദ്യ പ്രണയമായതുകൊണ്ടാവാം, മുളയിലെ തന്നെ അതിനെ നുള്ളിക്കളയില്ലെന്ന് മനസ്സ് വല്ലാതെ വാശി പിടിക്കുന്നു. ഇവിടെ കുറ്റം തൻ്റേത് മാത്രമാണ്. വെറുതെ ഓരോന്നും ആശിച്ചു, അതും അർഹതയില്ലാത്തതിനെ. മറക്കാൻ പറ്റില്ല, പക്ഷെ ഒരിക്കലും കൈയടക്കാൻ ശ്രമിക്കരുത്. ശ്രമിക്കുകയില്ല. സാറ് പറഞ്ഞതുപോലെ 3 വർഷം കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ കയ്യിൽ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. വൈശാഖിയുടെ പ്രണയം അത് വൈശാഖിയുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. വേറെ ആരും അതറിയണ്ട, അതാണ് നല്ലത്. ചിലപ്പോൾ തൻ്റെ ഉള്ളിലുള്ളത് അറിയുമ്പോൾ ബാലുവിനും ലക്ഷ്മിയമ്മയ്ക്കും ഒക്കെ അതൊരു സങ്കടമാവും. ഇപ്പോൾ തന്നോട് കാട്ടുന്ന ഈ സ്നേഹം പോലും അവർ പിന്നീട് കാട്ടിയെന്ന് വരില്ല. വേണ്ട, ഒന്നും വേണ്ട. ഈ വീട്ടുകാരുടെ സ്നേഹവും കരുതലും ഒക്കെ അനുഭവിച്ച് 3 വർഷങ്ങൾ എനിക്ക് ഈ വീട്ടിൽ നിൽക്കണം. മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇനിയൊരിക്കലും വൈശാഖി എന്ന പെണ്ണിന് ഒരിക്കലും ലഭിക്കാത്ത ഭാഗ്യമാണിത്. പഠിത്തം കഴിഞ്ഞ് ഇവിടെ നിന്നും പോകുമ്പോൾ ഓർത്തു വയ്ക്കാൻ ജീവിതം മുഴുവനും പറ്റുന്ന നല്ല കുറച്ച് ഓർമ്മകൾ. ടാപ്പ് തുറന്ന് വെള്ളം കൈക്കുമ്പിളിൽ നിറച്ചവൾ മുഖത്തേക്ക് കോരി കോരി ഒഴിച്ചു. എന്നിട്ട് വീണ്ടും കണ്ണാടിയിലെ സ്വന്തം പ്രതിബിംബത്തിലേക്ക് ഉറ്റുനോക്കി. ഇത്രമേൽ ഒരുവനിൽ അടിമപ്പെട്ടു പോകുവാൻ അയാൾ എന്ത് മായാജാലമാണ് നിന്നിൽ കാട്ടിയത് എന്നവൾ പല പ്രാവശ്യം മനസ്സിനോട് ചോദിച്ചുവെങ്കിലും അവനിലെ കരുതലും നന്മയും എന്നതായിരുന്നു അതിനവൾക്ക് കിട്ടിയ മറുപടി. അങ്ങനെ ഗൗരിക്ക് മാത്രം ഇഷ്ടമുണ്ടായാൽ പോരല്ലോ മാമ, എനിക്കും കൂടെ തോന്നണ്ടേ? ബാലുവിൻ്റെയും കൃഷ്ണൻ്റെയും സംസാരം കേട്ട് മുറ്റത്ത് നിന്ന് ഹാളിലേക്ക് കയറി ചെന്ന ദേവൻ്റെ ആയിരുന്നു ആ മറുപടി. കയ്യിലിരുന്ന പച്ചക്കറിയുടെ കവറുകൾ ഹാളിനോട് ചേർന്ന് കിടക്കുന്ന ഡൈനിങ് റൂമിലെ ടേബിളിൽ വെച്ചിട്ട് അവൻ വീണ്ടും അച്ഛൻ്റെ അമ്മാവൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നു. അങ്ങനല്ല ദേവാ, ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ ചിന്തിച്ചു നോക്ക്. അവൾക്ക് നിന്നെ മറക്കാൻ പറ്റുന്നില്ലെന്നാണ് പറയുന്നത്. ഒന്നും അല്ലെങ്കിലും ഒരുമിച്ച് കളിച്ചു വളർന്നവരല്ലേടാ നിങ്ങൾ. കൃഷ്ണൻ തൻ്റെ മകൾക്ക് വേണ്ടി സംസാരിച്ചു. അവൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് വെച്ച് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാമേ. ഗൗരിയോട് അങ്ങനെ ഒരു ഇഷ്ടം എനിക്കില്ല. ഒരുമിച്ച് കളിച്ചു വളർന്ന ആയതുകൊണ്ടാവാം അവൾ എനിക്കൊരു അനിയത്തിയെ പോലെയാ. അല്ലാതെ... അവൻ പറയാൻ വന്നത് പാതി വഴിയിൽ നിർത്തി. എന്നിട്ട് അവർക്കെതിരായി കിടന്ന കസേരയിലേക്ക് ചെന്നിരുന്നു. ദേവ, ഒന്നും കൂടെ ആലോചിക്കും മോനെ. ഇതറിയുമ്പോൾ ഗൗരിയുടെ അവസ്ഥ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റത്തില്ല. ഇപ്പോൾ അങ്ങനെ ഒരു ഇഷ്ടം ഇല്ലായിരിക്കും, അത് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടായിക്കൂടെ? കണ്ണട ഊരി കയ്യിലിരുന്ന തൂവാല കൊണ്ടൊന്ന് തുടച്ചിട്ട് വീണ്ടും അതെടുത്ത് അയാൾ മൂക്കിന് മുകളിലേക്ക് കയറ്റി വെച്ചു. മാമൻ എന്തൊക്കെയായി പറയുന്നേ? ഇപ്പോൾ ഇല്ലാത്തത് കുറച്ച് കഴിഞ്ഞ് എങ്ങനെയാ ഉണ്ടാവുന്നേ? അത് ഞാൻ അനിയത്തിയെ പോലെ കണ്ടവളോട്. അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ ഒരു വിവാഹം കഴിക്കണം എന്നൊരു ആലോചന ഇല്ലാത്തവനാണ് ഞാൻ. അങ്ങനെ ഒരു കാര്യം വേണ്ടെന്ന് തന്നെയാണ് എൻ്റെ തീരുമാനവും. ഇത്തവണ കൃഷ്ണൻ മാത്രമല്ല, അടുത്തിരുന്ന ഭാസ്കരനും ഒന്ന് ഞെട്ടിയിരുന്നു. എന്ത്, നിനക്ക് കല്യാണം വേണ്ടെന്നോ? പെണ്ണ് കെട്ടാതെ ജീവിക്കാനാണോ നിന്റെ തീരുമാനം? ബാലു ഒരു ഞെട്ടലോടെ അവനോട് ചോദിച്ചു. അതെ, അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ തന്നെ ജീവിതത്തിൽ കല്യാണം കഴിക്കേണ്ടതിൻ്റെ ആവശ്യം എന്താ? കുറേ കാശ് ചിലവാക്കി ആർഭാടത്തോടെ കെട്ടു നടത്തുക, ഒരു പെണ്ണിനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരിക, അവൾക്ക് ചിലവിന് കൊടുക്കുക, ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾക്ക് ചിലവിന് കൊടുക്കുക, അവരെ പഠിപ്പിക്കുക. ഹൊറിബിൾ. ഇപ്പോൾ കിട്ടുന്ന സാലറി കൊണ്ട് തന്നെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് ഇവിടെ മനുഷ്യൻ. അതിൻ്റെ കൂടെ ഒരു പെങ്കൊച്ചിൻ്റെ ബാധ്യത കൂടെ തലയിലെടുത്ത് വെക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് മാമനൊന്നും തോന്നരുത്. ഗൗരിയെ പറഞ്ഞ് മനസ്സിലാക്ക്. ഇനി മാമന് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പറയാം അവളോട്. കാര്യങ്ങൾ ഓരോന്നും വിശദമായി പറയുന്നവനോട് ഇനി എന്തു പറയണമെന്നറിയാതെ ബാലുവും കൃഷ്ണനും ഒരു ഞെട്ടലോടെ പരസ്പരം നോക്കി. കാരണം അവൻ്റെ ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയുവാൻ അവരുടെ കയ്യിൽ ഉത്തരങ്ങൾ ഉണ്ടായിരുന്നില്ല.
അവരൊന്നും മിണ്ടുന്നില്ലെന്ന് കണ്ടതും ചെക്കൻ എഴുന്നേറ്റ് നേരെ അടുക്കളയിലേക്ക് നടന്നു. കുളി കഴിഞ്ഞിറങ്ങിയ വൈശാഖി നേരെ അടുക്കളയിലേക്കാണ് നടന്നത്. ഉള്ളിലുള്ള സങ്കടങ്ങൾ പുറത്തേക്ക് കാട്ടാതെ. ലക്ഷ്മിയും വസുന്ധരയും എന്തോ തിരക്കിട്ടുണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. വിഷ്ണുവും മുത്തശ്ശിയും കൂടി അടുക്കളയുടെ മൂലയിലിട്ടിരിക്കുന്ന മിനി ഡൈനിങ് ടേബിളിന് മുമ്പിൽ ഇട്ടിരിക്കുന്ന കസേരകളിൽ ഇരുന്നു കൊണ്ട് സവോള പൊളിക്കുന്നു. ആ, മോള് വന്നോ? ഫ്ലാസ്കിൽ കാപ്പിയുണ്ട്, എടുത്ത് കുടിച്ചോ വൈശു. വൈശാഖി അടുക്കളയിലേക്ക് ചെന്ന് കയറിയത് ആദ്യം കണ്ടത് ലക്ഷ്മിയായിരുന്നു. ആ, അവരെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അവൾ ഫ്ലാസ്കിൽ നിന്നും കാപ്പി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുത്തു. എന്നിട്ട് അതുമായി പത്മാവതിയുടെ അരികിലായി ചെന്നിരുന്നു. എന്തു പറ്റി? എൻ്റെ വൈശുക്കൊച്ചിൻ്റെ മുഖം ഇടുമ്പിച്ചു കിടക്കുന്നേ? അവളുടെ നീര് വെച്ച മുഖം കണ്ടതും പത്മാവതി സംശയത്തോടെ നെറ്റിച്ചുളിച്ചു. വൈകി എഴുന്നേറ്റത് കൊണ്ടായിരിക്കും മുത്തശ്ശി. മുഖത്ത് കള്ളത്തരം കാട്ടാതെ അവൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു. ഓ, അതാണോ? ഞാൻ വിചാരിച്ചു നീ കരഞ്ഞെന്ന്. അവരാ പെണ്ണിനെ നോക്കി വാത്സല്യത്തോടെ ചിരിച്ചു. അവരുടെ ആ സംസാരത്തിൽ വൈശു ഒന്ന് ഞെട്ടിപ്പോയി. മോളെ, പ്രാതലായിട്ടുണ്ട്, വിശക്കുന്നെങ്കിൽ വിളമ്പിത്തരാൻ കേട്ടോ. ഒരു കോലുകൊണ്ട് കുറ്റിയിൽ നിന്നും പുട്ടുകുത്തി ഒരു പാത്രത്തിലേക്ക് ഇടുന്നതിനിടയിൽ ലക്ഷ്മി പൊടുന്നനെ അവളെ നോക്കി പറഞ്ഞു. ഇപ്പം വേണ്ട ലക്ഷ്മി അമ്മേ, ഇത്തിരി കൂടി കഴിയട്ടെ. കയ്യിലിരുന്ന ഗ്ലാസ്സിലെ ചൂട് കട്ടൻ കാപ്പി ആസ്വദിച്ച് കുടിക്കുന്നതിനിടയിൽ അവൾ അടുത്തിരിക്കുന്ന വിഷ്ണുവിനെ കളിയോടെ ഒന്ന് തോണ്ടി. ചെക്കൻ അവളെ നോക്കി വായിലെ പല്ല് മൊത്തം പുറത്തേക്ക് കാട്ടി ഒരിളി വെച്ചു കൊടുത്തു. സവോളയുടെ തൊലി പൊളിക്കുന്നത് കൊണ്ട് അവൻ്റെ മുഖവും കണ്ണുമൊക്കെ ചുവന്നു കിടക്കുന്നുണ്ടായിരുന്നു. അമ്മേ, വിശക്കുന്നു. അപ്പോഴാണ് അതും പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് ഗൗരി കയറി വന്നത്. വസുന്ധരെ, അവൾക്ക് വിശക്കുന്നുവെന്ന്, എടുത്ത് കഴിക്കാൻ കൊടുക്ക്. പത്മാവതി അപ്പോഴേക്കും മകളോട് ഒച്ച ഉയർത്തി. നിനക്കെടുത്ത് കഴിച്ചാൽ എന്താ ഗൗരി? കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ നീയ്. കപ്പ പുഴുങ്ങിയത് ഉടച്ചുകൊണ്ടിരിക്കുന്ന വസുന്ധര അവളെ വഴക്കു പറഞ്ഞു. അമ്മയുടെ പ്രവൃത്തിയിൽ ഗൗരി ദേഷ്യത്തോടെ മുഖം ചുളിച്ചു. കൂടുതലും അവൾക്ക് ദേഷ്യം വന്നത് വൈശാഖിയുടെ മുൻപിൽ വെച്ച് വസുന്ധര അവളെ വഴക്കു പറഞ്ഞതിനായിരുന്നു. ഞാൻ കൊടുക്കാം വസുന്ധരെ, കുഞ്ഞല്ലേ അവള്. വസുന്ധരയെ നോക്കിയൊന്ന് ചിരിച്ചിട്ട് ലക്ഷ്മി റാക്കിലിരിക്കുന്ന ഒരു പാത്രം കയ്യിലേക്ക് എടുത്തു. എന്നിട്ട് അതിലേക്കൊരു കുറ്റിപ്പുട്ട് എടുത്തു വെച്ചു. ശേഷം ഒരു കുഞ്ഞു പാത്രത്തിൽ കടലക്കറി എടുത്ത് ആ പ്ലേറ്റിൻ്റെ ഒരു വശത്തായും വെച്ചു. ഇന്ന മോളെ, പോയിരുന്ന് കഴിക്ക്. അവർ ചിരിയോടെ ഗൗരിയുടെ കയ്യിലേക്ക് പാത്രം വെച്ചു കൊടുത്തു. അമ്മേ, എത്ര ഇലയാ വെട്ടേണ്ടത്? പൊടുന്നനെയാണ് ആ ചോദ്യവും ചോദിച്ചുകൊണ്ട് മഹാദേവൻ അടുക്കള വാതിൽ കൂടി മുറ്റത്തു നിന്ന് അകത്തേക്ക് കയറി വന്നത്. അവനെ കണ്ടപ്പോൾ ചെറിയൊരു പരവേശം തോന്നിയെങ്കിലും വൈശു അത് പുറത്തേക്ക് കാട്ടാതെ വിഷ്ണുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. ഒരു 10 വെട്ടിക്കോ ദേവാ. അടുത്ത പുട്ടിനുള്ള പൊടി കുറ്റിയിൽ നിറച്ചുകൊണ്ട് അവർ പറഞ്ഞു. കത്തി എവിടമ്മേ? അവന് പാതകത്തിലിരിക്കുന്ന പ്ലാസ്റ്റിക് കൂടയിൽ തിരിഞ്ഞു. മുത്തശ്ശിയുടെ അടുത്ത് നോക്ക്, ഉള്ളി പാത്രത്തിലുണ്ടാവും. ലക്ഷ്മി മാവ് നിറച്ച കുറ്റി പുട്ടുകുടത്തിനേക്ക് മുകളിലേക്ക് കയറ്റി വെച്ചു. അമ്മ വരുന്നില്ലേ? ഉള്ളിക്കുട്ടയിൽ കിടന്ന ചെറിയ വാള് പോലെയുള്ള പിച്ചാത്തി കയ്യിലേക്ക് എടുത്തിട്ട് ദേവൻ അമ്മയെ വിളിച്ചു. എടാ, ഇത്തിരി പണിയുണ്ട് എനിക്ക്, നീ വേണേ വിഷ്ണുവിനെ വിളിച്ചോണ്ട് പോ. അവർ ആവശ്യപ്പെട്ടു. എനിക്ക് വയ്യായേ ഏട്ടാ, എൻ്റെ കണ്ണൊക്കെ നീറി ഒരു പരുവായിട്ടിരിക്കുക. ചെക്കൻ കണ്ണ് കഴുകാൻ വേണ്ടി അപ്പോഴേക്കും മുറ്റത്തേക്ക് ഓടിയിരുന്നു. ഞാൻ വരാൻ ദേവേട്ടാ. മഹാദേവൻ അടുക്കളയിലേക്ക് വരുന്നത് കണ്ടതും ഡൈനിങ് റൂമിലേക്ക് പോകാതെ കഴിക്കാനുള്ളത് കയ്യിൽ താളം പിടിച്ചുകൊണ്ട് നിന്ന ഗൗരി പൊടുന്നനെ അവൻ്റെ അരികിലേക്ക് ഓടിച്ചെന്നു. ദേവൻ അവളെ ഗൗരവത്തോടെ ഒന്ന് നോക്കി. എന്നിട്ട് താടിയിൽ വിരലുകൾ കൊണ്ടൊഴിഞ്ഞു എന്തോ ആലോചിച്ചു. നീ പോയിരുന്ന് കഴിക്ക് ഗൗരി, വൈശാഖി എൻ്റെ കൂടെ വാ. ആദ്യം ഗൗരിയോടും പിന്നീട് കസേരയിലിരിക്കുന്ന വൈശാഖിയുടെ നേരെയും നോക്കി മഹാദേവൻ നിർദ്ദേശിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ ആ പറച്ചിലിൽ വൈശു ഒന്ന് പരിഭ്രമിച്ചു പോയിരുന്നു. ഈ ഗൗരിയെ അധികം ഇങ്ങോട്ടേക്ക് അടുപ്പിക്കാതിരിക്കുന്ന നല്ലത്. കസിനാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഒടുക്കത്തെ കുനിഷ്ഠ അഹങ്കാരമാണ് അതിൻ്റെ ഉള്ളിൽ. ഏതവൻ കെട്ടിക്കൊണ്ടു പോയാലും 10 ദിവസം പോലും ഈ മോള് അവിടെ വാഴത്തില്ലെന്ന് ഉറപ്പാ. വാഴത്തോപ്പിലേക്ക് നടക്കുമ്പോഴും മഹാദേവൻ്റെ ഉള്ളിലെ ചിന്തകൾ അതായിരുന്നു. കൂട്ടത്തിൽ കൃഷ്ണൻ അവതരിപ്പിച്ച കല്യാണക്കാരിയും. അവൻ്റെ പിറകെ ഒരു ചെറിയ കുട്ടിയുമായി നടക്കുന്ന വൈശാഖിയുടെ കാര്യം പോലും അവൻ ആ നേരം മറന്നിരുന്നു എന്നതാണ് സത്യം.
പെണ്ണ് നാവ് വളച്ച കള്ളേ പറയൂ. അവൾക്ക് ഇച്ചിരി അസൂയയും കുശുമ്പും മാത്രമേ ഉള്ളൂ എന്നാ കരുതിയേ. പക്ഷെ മനുഷ്യപ്പറ്റെന്ന് പറയുന്നത് അടുത്തൂടെ പോലും പോയിട്ടില്ലെന്ന് വൈശാഖിയുടെ കാര്യം വന്നപ്പോഴാണ് മനസ്സാകി. എന്നാൽ ഇങ്ങനെയുണ്ടോ പെണ്ണുങ്ങൾ? കയ്യിലിരുന്ന പിച്ചാത്തി മടക്കി കുത്തിയ കാവിമുണ്ണിൻ്റെ ഇടയിലേക്ക് കുത്തി കയറ്റി വെച്ചിട്ട് അവൻ കയ്യിലിരുന്ന വെള്ളത്തോർത്ത് ചുരുട്ടി തലയിൽ വട്ടത്തിൽ കെട്ടിവെച്ചു. എന്നിട്ട് മുറ്റത്തു നിന്നും പച്ചക്കറിത്തോട്ടത്തിലേക്ക് ഇറങ്ങി. അവിടെ ഇവിടെയും ആയി വിളഞ്ഞു നിൽക്കുന്ന തക്കാളിയും വെണ്ടയ്ക്കയും ഒക്കെ കണ്ടെങ്കിലും അതൊന്നും ഗൗനിക്കാതെ അവൻ മുന്നോട്ടേക്ക് നടന്നു. എന്തായാലും അതിനെ ഇവിടെ അധികകാലം ഒന്നും നിർത്താൻ പറ്റത്തില്ല. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആ പെണ്ണ് കാരണയും എല്ലാവർക്കും മനസ്സമാധാനക്കേടാ. അപ്പച്ചിയോടുള്ള സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് അച്ഛൻ പോലും ഇപ്പോൾ ഒന്നും മിണ്ടായിരിക്കുന്നേ. അല്ലായിരുന്നെങ്കിൽ പണ്ടേ ഇവിടുന്ന് ചവിട്ടി ഇറക്കേണ്ടതാ. മുണ്ടിൻ്റെ മടക്കിലിരിക്കുന്ന കത്തി കയ്യിലേക്ക് എടുത്തിട്ട് പച്ചക്കറിത്തോട്ടത്തിനപ്പുറം കാണുന്ന വാഴത്തോട്ടത്തിലേക്ക് അവൻ കയറി ചെന്നു. ആകപ്പാടെ 10-50 മൂട് വാഴയാണ് ഉള്ളത്. അതും വിളവെടുക്കാൻ പാകത്തിലുള്ളത്. ചിലതൊക്കെ കുല വെട്ടിയെടുത്തതുമുണ്ട്. എടുക്കുന്ന വിളവൊക്കെ അടുത്തുള്ള പച്ചക്കറിക്കടക്കാർ വന്ന് വാങ്ങിക്കൊണ്ട് പൊയ്ക്കോളും. നല്ല വിലയും കിട്ടാറുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല. വരമ്പിൽ കൂടി നടക്കുന്നതിനിടയിൽ വാഴയിൽ നിന്നും അടർന്നു താഴേക്ക് വീഴാതെ ഉണങ്ങി തൂങ്ങി നിൽക്കുന്ന ഇലകളെല്ലാം കൂടി കൂട്ടിപ്പിടിച്ച് അതിൽ തന്നെ അവൻ ചുറ്റിക്കെട്ടിവെച്ചു. തടത്തിലും ചുറ്റുമായി നിൽക്കുന്ന ആവശ്യമില്ലാത്ത കളകളെയെല്ലാം മൂടോടെ വെട്ടി വാഴയുടെ ചുവട്ടിലേക്ക് ഇട്ടുകൊടുത്തവൻ. ഓരോന്നും ചെയ്തുകൊണ്ട് നടക്കുന്നവൻ പിന്നാലെ വരുന്നവളുടെ കാര്യം പിന്നെയും മറന്നുപോയി. അവൾക്കത് സങ്കടവും ഉണ്ടായിരുന്നു. സർ, ഒരു വാഴ ഇത്തിരി ചായച്ചു പിടിച്ച് ഇല വെട്ടുന്നവനെ പൊടുന്നനെ അവൾ പിന്നിൽ നിന്ന് വിളിച്ചു. ആ, എന്താ? ഇല വെട്ടി തിരിയുമ്പോഴാണ് പിന്നിൽ നിൽക്കുന്നവളെ കണ്ടപ്പോഴാണ് ചെക്കൻ സ്വബോധത്തിലേക്ക് വന്നത്. എങ്കിലും മുഖത്തുള്ള പരിഭ്രമം അവൻ പുറത്തേക്ക് കാട്ടിയില്ല. ഞാൻ പിടിക്കാം. അവൾ കൈ നീട്ടി. ആ. കയ്യിലിരുന്ന ഇല അവൾക്ക് നേരെ നീട്ടിയവൻ എന്നിട്ട് മുന്നോട്ടേക്ക് നടന്നു. എന്നിട്ട് അടുത്ത വാഴയിൽ നിന്നും ആവശ്യത്തിനുള്ള വിലകൾ വെട്ടിയെടുത്തു. അമർത്തി പിടിക്കരുത്, ഇല പൊട്ടും. എല്ലാം കൂടി അടുക്കി അവളുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നതിനിടയിൽ മഹാദേവൻ അവളോട് നിർദ്ദേശിച്ചു. പെണ്ണ് സമ്മതത്തോടെ തലയാട്ടുകയും ചെയ്തു. കുറച്ച് മുന്നോട്ടേക്ക് നടന്നപ്പോഴാണ് വിളവെടുക്കാൻ പാകത്തിലുള്ള കുല നിൽക്കുന്നത് അവൻ ശ്രദ്ധിച്ചത്. അതിൻ്റെ തുഞ്ചത്തുള്ള കൂമ്പിൻ്റെ അറ്റത്ത് നിന്നും മുകളിലേക്ക് അടർന്നു മാറി നിൽക്കുന്ന പോളയ്ക്കിടയിൽ കണ്ട വെളുത്ത പൂവിലേക്ക് അവൻ ഒരു ചിരിയോടെ ഉറ്റുനോക്കി. ചെറുപ്പത്തിൽ എന്തോരം കഴിച്ചിരിക്കുന്നു. വാഴയുടെ അറ്റം താഴേക്ക് ചായച്ചിട്ട് കൂമ്പിൻ്റെ പോളയ്ക്കിടയിലുള്ള വെളുത്ത പൂവ് പൊട്ടിച്ചെടുത്ത് അതിനെ തേൻ വായിൽ ഉറിഞ്ചു കുടിക്കും. നല്ല മധുരമായിരിക്കും. ആ മധുരത്തിന് പകരം നൽകാൻ ഇന്നത്തെ കാലത്ത് ഏത് ചോക്ലേറ്റിനാണ് പറ്റുക? ഏതോ ഓർമ്മയിൽ കയ്യെത്തുന്ന രീതിയിൽ തൂങ്ങിക്കിടക്കുന്ന വാഴക്കുലയുടെ തുഞ്ചത്തുള്ള കൂമ്പിൻ്റെ പോളകൾക്കിടയിലെ വെളുത്ത പൂവ് ഒരെണ്ണം മഹാദേവൻ മെല്ലെ പൊട്ടിച്ചെടുത്തു. എന്നിട്ട് വായിൽ വെച്ച് ഉറിഞ്ചു കുടിച്ചു. മധുരം നാവിക്കിനിഞ്ഞപ്പോൾ അവൻ്റെ കണ്ണുകൾ ഒരു നിമിഷത്തേക്ക് അടഞ്ഞു പോയിരുന്നു. വീണ്ടും ബാല്യത്തിലേക്കൊരു പോക്ക്. അടുത്ത പൂവും പൊട്ടിച്ചെടുക്കുവാനായി തുനിഞ്ഞപ്പോഴാണ് പിന്നിൽ നിൽക്കുന്നവളുടെ കാര്യം എന്തുകൊണ്ടോ അവന് ഓർമ്മ വന്നത്. മഹാദേവൻ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു താൻ ചെയ്യുന്നത്. കണ്ണും വിടർത്തി നോക്കി നിൽക്കുന്ന വൈശാഖിയെ. നിനക്ക് വേണോ? എന്തുകൊണ്ടോ അപ്പോൾ അവന് അങ്ങനെ ചോദിക്കാനാണ് ദേവന് തോന്നിയത്. കാരണം പെണ്ണിൻ്റെ മുഖത്ത് അത്രമേൽ ആകാംക്ഷയായിരുന്നു അവൻ കണ്ടത്. ബാംഗ്ലൂർ പോലുള്ള സിറ്റിയിൽ ജനിച്ചു വളർന്നവൾക്ക് വാഴക്കൂമ്പും പൂവും ഒക്കെ എങ്ങനെ അറിയാനാ? വേണം വേണം. പെണ്ണ് സമ്മതത്തോടെ തലയാട്ടി. മഹാദേവൻ്റെ അപ്രതീക്ഷിതമായ ആ പ്രവൃത്തിയിലും സംസാരത്തിലും വൈശുവിൻ്റെ കണ്ണുകൾ അമ്പരപ്പോടെ വിടർന്നു പോയിരുന്നു. ഇങ്ങേർക്ക് ഇങ്ങനൊക്കെ മയത്തി സംസാരിക്കാൻ അറിയോ? ആ ചിന്തയിൽ തന്നെ പെണ്ണിൻ്റെ ചൊടികളിൽ ചെറിയൊരു പുഞ്ചിരി വരവായി. ആ ഇലയിങ്ങിതാ. അവളുടെ കയ്യിലിരിക്കുന്ന ഇലക്കെട്ട് ദേവൻ ശ്രദ്ധയോടെ കയ്യിലേക്ക് വാങ്ങി. ഇനി കുടിച്ചോ, അവനാ പെണ്ണിനോട് പറഞ്ഞു. അവൾ കൈയെത്തി നോക്കി. കൂമ്പിൻ്റെ അറ്റം വരെ വിരൽ തൊടുവാൻ പറ്റുന്നുണ്ടെന്നൊഴിച്ചാൽ അവൾക്ക് ആ പൂവ് കൈയെത്തുന്നില്ലായിരുന്നു. ഇനി നോക്കിയേ. കയ്യിലിരുന്ന ഇലക്കെട്ട് താഴേക്ക് വെച്ചിട്ട് അവൻ ആ കൂമ്പ് ഇത്തിരി താഴേക്ക് ചായച്ചു കൊടുത്തു. അവൾക്ക് കൈയെത്തുന്ന വിധത്തിൽ. വൈശാഖി ആ വെളുത്ത പൂവ് ഓരോന്നായി പൊട്ടിച്ചെടുത്തു. എന്നിട്ട് ഒരറ്റം വായിൽ വെച്ച് ഉറിഞ്ചു കുടിക്കാനായി ശ്രമിച്ചു. ഇങ്ങനല്ല. പൂവ് തിരിച്ചു പിടിച്ച് വായിൽ വെച്ച് കുടിക്കാൻ നോക്കുന്നവൾക്ക് മഹാദേവൻ അതെങ്ങനെ കുടിക്കണമെന്ന് ഒരു വട്ടം കൂടി കാട്ടിക്കൊടുത്തു.
ഉം. ഇത്തവണ വൈശാഖി അവൻ കാട്ടിക്കൊടുത്തതുപോലെ കുടിച്ചു നോക്കി. ഉഫ്, ഒരു രക്ഷയില്ലാത്ത മധുരം. അതങ്ങനെ നാവിൽ അലിഞ്ഞു ചേരുകയാ. വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നുന്ന പോലെ. പെണ്ണ് വീണ്ടും വീണ്ടും ഓരോ അല്ലികൾ ഇറുത്തെടുത്തു. എന്നിട്ട് അത് തീരും നടം വരെ വലിച്ചു കുടിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ എല്ലാം അവസാനിച്ച് കഴിപ്പിച്ചപ്പോഴാണ് അവൻ വാഴയിൽ നിന്നുള്ള പിടിവിട്ടത് തന്നെ. വൈശാഖിയുടെ മനം നിറഞ്ഞു. കണ്ണും. അവൾ നന്ദിയോടെ മുന്നിൽ നിൽക്കുന്നവനെ സാഹൂതം നോക്കി നിന്നു. കുറച്ച് നിമിഷങ്ങളാണെങ്കിലും തനിക്ക് വീണ്ടും ഒരു ബാല്യം സമ്മാനിച്ചതിന്. അതെടുത്തോണ്ട് വാ. താഴെ നിലത്ത് വെച്ചിരിക്കുന്ന വാഴയിൽ ചൂണ്ടിക്കാട്ടി പറഞ്ഞിട്ട് ദേവൻ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു. അവൾ കൊണ്ടുവന്ന ചെറിയ കുട്ടിയും ഉണ്ടായിരുന്നു. അതേസമയം മഹാദേവന്റെ പിന്നാലെ അവൻ്റെ കാലടികളെ പിന്തുടർന്ന് നടക്കുമ്പോൾ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച പ്രണയം പുറത്തേക്ക് ഒഴുകിപ്പോകുമോ എന്ന പേടിയായിരുന്നു അവളിൽ. അവനെ പിന്തുടർന്നുള്ള ഈ യാത്ര ഒരിക്കലും അവസാനിക്കരുതേ എന്നവൾ മൂകമായി പ്രാർത്ഥിക്കുകയായിരുന്നു ആ നേരം. വാഴത്തോപ്പിൽ നിന്നും അവൻ നേരെ ഇറങ്ങിയത് പച്ചക്കറിത്തോട്ടത്തിലേക്കായിരുന്നു. വിളവെടുക്കാറായ തക്കാളിയും വെണ്ടയ്ക്കയും കുറച്ച് പയറും ഓടിച്ചവൻ കയ്യിലിരുന്ന കുട്ടയിലേക്ക് എടുത്തിട്ടു. എന്നിട്ട് പറമ്പിൽ നിന്നും നേരെ വീടിൻ്റെ പിന്നിലുള്ള മുറ്റത്തേക്ക് ചെറിയ കയ്യാല കയറി. അവന് പിന്നാലെ അവളും. അതിങ്ങിതാ, എന്നിട്ട് ഈ കുട്ട അകത്ത് കൊടുത്തേക്ക്. ഇലക്കെട്ട് അവളിൽ നിന്ന് വാങ്ങിയിട്ട് ദേവൻ പച്ചക്കറി അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു. ആ. പെണ്ണ് അതുമായി അടുക്കളയിലേക്ക് കയറി. കുട്ട പാതകത്തിൽ വെച്ചിട്ട് വീണ്ടും വാതിൽ കടന്ന് അടുക്കള മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നു. അപ്പോൾ അവൾ കണ്ടു, അടുക്കള മുറ്റത്തെ കെട്ടിയിട്ടിരിക്കുന്ന സിമൻറ്റിൻ്റെ അലക്കുകല്ലിന് മുകളിൽ ഇലകൾ വെച്ചിട്ട് അത് ഓരോന്നും പൈപ്പിന് കീഴെ വെച്ച് കഴുകുന്ന മഹാദേവനെ. വെപ്രാളത്തോടെയെങ്കിലും വൈശാഖിയുടെ കാലുകൾ അങ്ങോട്ടേക്ക് നീങ്ങി. അവനോടൊപ്പം ഇനിയും സമയം ചിലവഴിക്കാൻ കൊതിച്ച്. പക്ഷെ ഇതെല്ലാം കണ്ടുകൊണ്ട് വെറി പിടിച്ചിരിക്കുന്ന ഒരു മനസ്സുമായി ആ ഒരുവൾ ദേവൻ്റെ വീട്ടിലുണ്ടായിരുന്നു എന്നതായിരുന്നു സത്യം. അപ്പോൾ ഇന്നത്തെ പാർട്ടും തന്നിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് എഴുതി അറിയിക്കണേ. പിന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, സ്റ്റോറി വായിക്കുന്നവർ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാനും മറക്കരുത്. കാരണം നാളെ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്കല്ലെങ്കിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.